പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല സമയത്തിനായിട്ട് ദൈവത്തെ തിരിയുമായി സ്തുതിക്കുന്നു. സ്തോത്രം. JCNDST അഥവാ യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ വീണ്ടും ഇളയവന് തിരുവചനവുമായിട്ട് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഒരവസരം കൂടെ ദാനമായി നൽകിയ വലിയവനാകുന്ന ദൈവത്തിൻ്റെ കരുണയും കൃപയും ഓർത്ത് ദൈവത്തെ തിരുമായി സ്തുതിക്കുന്നു. ദീർഘനാളുകളായി സ്തോത്രം ഇളയവൻ വചനത്തിലൂടെ സംസാരിക്കുവാൻ കഴിയാത്ത ചില സാങ്കേതിക തടസ്സങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് ദീർഘനാളുകൾക്ക് ശേഷമാണിപ്പോൾ വീണ്ടും തിരുവചനത്തിലൂടെ സംസാരിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാരായിരിക്കുന്ന ബഹുമാന്യ കർത്താവിൻ്റെ വിലയേറിയ ദാസന്മാരെ, ദൈവജനത്തെ എല്ലാം കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഒരു ലഘു സന്ദേശം നൽകുവാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. സ്തോത്രം. സന്ദേശം ലഘുവായിട്ടുള്ളതല്ല. സ്തോത്രം. അത് അല്പാൽപമായി നിങ്ങളുടെ മുൻപാകെ അത് സമർപ്പിക്കുവാനായിട്ടാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. സ്തോത്രം. ഇത് അന്ത്യകാലമാണ്. നമ്മുടെ കർത്താവിൻ്റെ വരവ് നമ്മുടെ ഏറ്റവും സമീപമായിരിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ ഉള്ളത്. ഈ കാലഘട്ടത്തിൽ സ്തോത്രം വളരെ വ്യാജ ഉപദേശങ്ങളും അബദ്ധോപദേശങ്ങളുമൊക്കെ ആത്മീയ മണ്ഡലത്തിൽ കടന്നു കയറിയിട്ടുണ്ട്. ഏകസത്യ ദൈവത്തെക്കുറിച്ച് വേണ്ട വിധത്തിൽ മനുഷ്യന് മനസ്സിലാക്കുവാൻ കഴിയാത്ത വിധത്തിൽ ദൈവത്തെ തന്നെ പല വിഭാഗങ്ങളായി പഠിപ്പിക്കുവാനും അന്ധതാലോകത്തിൽ പ്രചരിപ്പിക്കുവാനുമൊക്കെയും പിശാചും അവൻ്റെ കൂട്ടാളികളും കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ ദൈവവചനത്തിൻ്റെ യഥാർത്ഥ മർമ്മങ്ങൾ പഠിച്ച് അതിൽ നിലനിൽക്കുവാൻ നമുക്ക് കഴിയേണ്ടതാണ്. അതിന് കഴിയണമെന്നുണ്ടെങ്കിൽ വചനത്തിൻ്റെ സത്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആ സത്യം മനസ്സിലാക്കേണ്ടതിന് വേണ്ടി വളരെ പ്രാർത്ഥനയോടും ധ്യാനത്തോടും നാം ദൈവവചനത്തെക്കുറിച്ച് അല്പമായി ചിന്തിക്കാം എന്ന് താല്പര്യപ്പെടുകയാണ്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ ദാസന്മാരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ താല്പര്യപ്പെടുന്ന വിഷയം ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു എന്ന വിഷയമാണ്. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു എന്ന വിഷയം ഇത് ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ടൊന്നും പറഞ്ഞ് പൂർത്തീകരിക്കുവാൻ കഴിയുന്ന ഒരു വിഷയമല്ല. കഴിവുള്ളിടത്തോളം നിങ്ങളുമായിട്ട് അതിൻ്റെ ആശയം ദൈവം തരുന്ന കൃപയ്ക്ക് ഒത്തവണ്ണം പങ്കുവയ്ക്കാം എന്ന് താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. നമുക്ക് തിരുവചനത്തിൽ നിന്നൊരു വേദഭാഗം വായിച്ച് അതിനോട് ചേർന്ന് ചില കാര്യങ്ങൾ കൂടെ ചിന്തിച്ച് അവസാനിപ്പിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. യെശയ്യാ പുസ്തകം 46-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യഭാഗങ്ങൾ ആരംഭമായി വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. പണ്ടുള്ള പൂർവ്വകാര്യങ്ങളെ ഓർത്തുകൊള്ളുവിൻ. ഞാൻ അല്ലാതെ വേറൊരു ദൈവമില്ല. ഞാൻ തന്നെ ദൈവം. എന്നെപ്പോലെ ഒരുത്തനുമില്ല. ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. എൻ്റെ ആലോചന നിവർത്തിയാകും. ഞാൻ എൻ്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും എന്ന് ഞാൻ പറയുന്നു. ഇവിടെ സർവശക്തനായ ദൈവം തൻ്റെ ദാസനായ യെശയ്യാവിലൂടെ പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്ന ഒരു പ്രവചന ഭാഗമാണ് നമുക്ക് വായിക്കുവാൻ കഴിഞ്ഞത്. ഇവിടെ കർത്താവ് പ്രസ്താവിക്കുന്നത് എങ്ങനെയാണ്? പണ്ടുള്ള കാര്യങ്ങളെ
നിങ്ങൾ ഓർത്തുകൊള്ളുവീൻ. ഞാനല്ലാതെ വേറൊരു ദൈവമില്ല. സ്തോത്രം. പൂർവ്വകാലങ്ങളെ നിങ്ങൾ ഓർത്തു നോക്കിയാൽ ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല എന്നുള്ളത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഞാൻ തന്നെ ദൈവം, എന്നെപ്പോലെ ഒരുത്തനുമില്ല. ജീവനുള്ള ദൈവത്തെ പോലെ വേറൊരു ദൈവമില്ല എന്ന് ദൈവം തന്നെ വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുമ്പോൾ ഒന്നിലധികം ദൈവങ്ങളുണ്ടെന്നും ആ ദൈവം പല നിലകളിൽ പ്രവർത്തിക്കുന്നു എന്നൊക്കെയും പ്രചരിപ്പിക്കുന്ന ഒട്ടനവധി ഉപദേശങ്ങൾ ലോകത്തിൽ കടന്നുകൂടിയിട്ടുണ്ട്. എന്നാൽ തിരുവചനത്തിൻ്റെ സത്യമാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മുടെ സ്തോത്രം നിത്യജീവിതം അത് അനുഗ്രഹമായി തീരുകയുള്ളൂ എന്നുള്ള കാര്യവും നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ അതിൻ്റെ രണ്ടാമത്തെ ഭാഗം പറയുന്നത്, ആരംഭത്തിൽ തന്നെ അവസാനത്തെയും പൂർവ്വകാലത്ത് തന്നെ മേലിൽ സംഭവിക്കാനുള്ളത് ഞാൻ പ്രസ്താവിച്ചിരിക്കുന്നു. എൻ്റെ ആലോചന നിവൃത്തിയാകും, ഞാൻ എൻ്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കുമെന്ന് ഞാൻ പറയുന്നു. അപ്പം സകലത്തിൻ്റെയും തുടക്കത്തിൽ തന്നെ സകലത്തിൻ്റെയും ഒടുക്കത്തെ സംബന്ധിച്ചും സർവശക്തനായ കർത്താവ് പ്രസ്താവിച്ചിട്ടുണ്ട്. എൻ്റെ ആലോചന നിവർത്തിയാകുകയും ചെയ്യും, എൻ്റെ താല്പര്യമൊക്കെയും ഞാൻ അനുഷ്ഠിക്കുകയും ചെയ്യും എന്ന് യഹോവയായ ദൈവം അരുളി ചെയ്യുകയാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞതിൻ്റെ ആശയം ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇതിനു മുൻപ് സംഭവിച്ചതും ഇനി സംഭവിക്കുവാനുള്ളതും സകല കാര്യങ്ങളും എൻ്റെ ആലോചന പ്രകാരമാണ്, അതെൻ്റെ താല്പര്യപ്രകാരമാണ്, അത് ഞാൻ അനുഷ്ഠിക്കുകയും അതുപോലെ തന്നെ നിവർത്തിക്കുകയും ചെയ്യും എന്ന് കർത്താവ് വളരെ വ്യക്തമാക്കുകയാണ്. സ്തോത്രം. ആരംഭ ഭൂവാസികളായ ദൂതന്മാർക്ക് വീഴ്ച വരുന്നതിന് മുമ്പ് തന്നെ ദൈവ മനസ്സിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടിരുന്നു എന്ന് തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യഭാഗം വായിക്കുമ്പോൾ ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്നവർ എന്ന് അവിടെ അതേക്കുറിച്ച് ചില വിവരണങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ കുഞ്ഞാട് അറുക്കപ്പെട്ടത് ലോകസ്ഥാപനത്തിന് മുൻപ് മുതലാണ് എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ മനസ്സിലെ പ്ലാനാണ്. ലോകസ്ഥാപനത്തിന് മുമ്പേ കുഞ്ഞാട് അറുക്കപ്പെട്ടു എന്ന് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. കാരണം പാപം ലോകത്തിൽ പ്രവേശിച്ചത് മുതൽ മനുഷ്യന് ദൈവം നൽകിയിരുന്ന തേജസ്സും ബഹുമാനവും അവന് നഷ്ടമായി. മനുഷ്യന് സ്വയം അവൻ്റെ വീഴ്ചയിൽ നിന്ന് എഴുന്നേൽക്കുവാൻ സാധിക്കുകയില്ലായിരുന്നു. സ്തോത്രം. ലോകത്തിൽ പാപം പ്രവേശിച്ചത് മുതൽ മനുഷ്യന് ദൈവം നൽകിയിരുന്ന അവൻ്റെ ബഹുമാനവും തേജസ്സുമെല്ലാം അവന് നഷ്ടമായി തീർന്നു. എന്നാൽ അതിൽ നിന്നൊരു പുനർജീവൻ പ്രാപിക്കുവാൻ മനുഷ്യന് സ്വയം കഴിയുകയില്ല എന്ന് സ്വർഗത്തിലെ ദൈവത്തിന് അറിയാമായിരുന്നത് കൊണ്ട് മനുഷ്യനെ വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്വർഗത്തിലെ ദൈവം ജഡത്തിൽ വെളിപ്പെടുവാൻ ഇടയായി തീർന്നത് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവിടെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്, ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണു എങ്കിൽ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികം ജീവനിൽ വാഴും എന്നാണ്. അപ്പോൾ ഏകന്റെ അഥവാ ആദി മനുഷ്യന്റെ ലംഘനത്താൽ മരണം
ആ ഏകൻ നിമിത്തമായിട്ട് ഭൂമിയിൽ വാഴുവാനിടയായി തീർന്നു എങ്കിൽ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികം ജീവനിൽ വാഴും എന്ന് അവിടെ കാണുവാൻ കഴിയുന്നു. ഏകന്റെ പാപനിമിത്തമായിട്ട് മരണത്തിന് വിധിക്കപ്പെട്ട മനുഷ്യവർഗത്തെ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തമായിട്ടാണ് നിത്യജീവനിലേക്ക് നയിക്കുവാൻ കഴിയുന്നത്. അങ്ങനെ യേശുക്രിസ്തു മൂലം മനുഷ്യനെ നിത്യജീവൻ ലഭിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഉദ്ദേശമായിരുന്നു. അതുകൊണ്ട് മനുഷ്യനെ വീണ്ടെടുത്ത് നിത്യജീവനിലേക്ക് അഥവാ നിത്യജീവനിലേക്ക് കൊണ്ടുവരേണ്ടതിന് സ്വർഗത്തിലെ ദൈവം തന്നെ ജഡം സ്വീകരിച്ച് മനുഷ്യനായി ലോകത്തിലേക്ക് വന്നു. മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവൻ കാൽവറിയിൽ യാഗമായി തീർന്നു എന്നാണ് തിരുവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. സ്തോത്രം. മനുഷ്യന് നഷ്ടപ്പെട്ടു പോയ തേജസ്സും ബഹുമാനവും അവനെ തിരികെ നൽകി അവനെ വീണ്ടെടുക്കുവാൻ ദൈവം തന്നെ അവന് വേണ്ടി പ്രായശ്ചിത്തമാകണം എന്നുള്ളത് ദൈവത്തിൻ്റെ പ്ലാനായിരുന്നു എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. മനുഷ്യനെ പാപനിമിത്തമായിട്ട് നഷ്ടപ്പെട്ടു പോയ അവൻ്റെ തേജസ്സും ബഹുമാനവും അവന് തിരികെ നൽകി അവനെ വീണ്ടെടുക്കുവാൻ ദൈവം തന്നെ അവന് വേണ്ടി ഒരു പ്രായശ്ചിത്ത യാഗം കഴിക്കേണ്ടത് ആവശ്യമാണ് എന്ന് ദൈവത്തിൻ്റെ പ്ലാനായിരുന്നു എന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. സ്തോത്രം. കാരണം എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നത്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു എന്നവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. തൻ്റെ സൃഷ്ടികളായിരിക്കുന്ന തൻ്റെ മക്കൾ ജഡത്തിൽ വസിക്കുന്നവരാകൊണ്ട്, ജഡത്തിൽ ജീവിക്കുന്നവരാകൊണ്ട്, ശരീരത്തിൽ ജീവിക്കുന്നവരാകൊണ്ട് അവരുടെ പിതാവും സർവശക്തനായ ദൈവവും തൻ്റെ മക്കളെ പോലെ ഈ ലോകത്തിലേക്ക് വരേണ്ടതിന് വേണ്ടി ഒരു ശരീരം സ്വീകരിച്ചു, അഥവാ ജഡം സ്വീകരിച്ചു എന്നാണ് നമുക്ക് തിരുവചനത്തിലൂടെ പഠിക്കുവാൻ കഴിയുന്നത്. അങ്ങനെ പിതാവും തൻ്റെ മക്കളെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി, ജഡത്തിൽ വസിക്കുന്നവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു എന്നാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. മരണത്തിന്റെ അധികാരി പിശാചാണ്. അവൻ മുഖാന്തരമായിട്ടാണ് മനുഷ്യനിൽ മരണം പ്രവേശിക്കുവാൻ ഇടയായി തീർന്നത്. കർത്താവ് മനുഷ്യന് തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ച് അവനെ ഏദൻ പർദീസയിൽ വാഴിച്ചിരുന്നു. എങ്കിലും വീഴ്ച ഭവിക്കപ്പെട്ട പിശാച് ഉപായത്താൽ അവരുടെ അടുക്കൽ കടന്നു എന്ന് ദുരാലോചനകൾ നൽകി അവരെ മരണത്തിന് യോഗ്യരാക്കി തീർത്തു എന്നാണ് തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവരിൽ ഉണ്ടായിരുന്ന ആ തേജസ്സും ബഹുമാനമെല്ലാം അവർക്ക് നഷ്ടമായി തീർന്നു. ആരംഭത്തിൽ പിശാച് മനുഷ്യനെ വീഴ്ത്തിയതുപോലെ ഈ കാലഘട്ടത്തിലും പല നിലകളിലുള്ളതായ വ്യാജ ഉപദേശങ്ങൾ നൽകി മനുഷ്യനെ യഥാർത്ഥ സത്യത്തിൽ നിന്നും പിന്തിരിപ്പിച്ച്, ജീവന്റെ വഴിയിൽ നിന്നും അവരെ പിന്തിരിപ്പിച്ച് മരണത്തിന്റെ വഴിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ലോകത്തിൽ ക്രൈസ്തവരുടെ ഇടയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രത്യേകിച്ച് പെന്തക്കോസുകാരുടെ ഇടയിലും നമുക്ക് കാണുവാൻ കഴിയുന്നു. അത്തരത്തിലുള്ളതായ ഒരു നിലവാരങ്ങളിലേക്ക്
ആത്മീയ ലോകം അധപ്പതിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്നു. ജീവനുള്ള ദൈവം ജഡം സ്വീകരിച്ച് ലോകത്തിൽ വന്നു എന്ന യാഥാർത്ഥ്യം വിശ്വസിക്കുവാൻ ഇന്ന് ക്രിസ്തീയ സമൂഹത്തിൽ പലർക്കും താല്പര്യമില്ല. പ്രത്യേകിച്ച് പെന്തക്കോസ്തുകാരുടെ ഇടയിലും വിഭിന്നങ്ങളാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളാണ് അക്കാര്യത്തിൽ കാണുവാൻ കഴിയുന്നത്. എന്നാൽ ദൈവത്തെ രണ്ടും മൂന്നും കഷണങ്ങളാക്കി പഠിപ്പിക്കുന്നതിന് ഇന്നത്തെ ക്രിസ്തീയ വിഭാഗക്കാർ വളരെയധികം കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. എന്നാൽ ഇവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയം, നമ്മുടെ സൃഷ്ടാവായിരിക്കുന്ന പിതാവായിരിക്കുന്ന ദൈവം തന്നെ തൻ്റെ മക്കൾ ജഡത്തിൽ വസിക്കുന്നവരാകൊണ്ടും അവർക്ക് ദൈവത്താൽ ലഭിക്കപ്പെട്ടിരുന്ന തേജസ്സും ബഹുമാനവും നിത്യജീവനും അവർക്ക് നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് അവരെ നിത്യജീവങ്കിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ മറ്റ് ലോകത്തിലുള്ളതായ യാതൊരു പ്രവർത്തനങ്ങൾക്കും സാധ്യമല്ല എന്ന് കണ്ടതുകൊണ്ട് ദൈവം തന്നെ അവരെ വീണ്ടെടുക്കുവാനും നിത്യജീവന്റെ ഓഹരിക്കാരാക്കി മാറ്റുന്നതിന് വേണ്ടി അവൻ ജഡത്തിൽ വെളിപ്പെട്ട് തൻ്റെ മക്കളെ പോലെ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കുവാനും ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരിക്കുന്ന തൻ്റെ മക്കളെ വിടുവിക്കുവാനുമായിട്ട് നമ്മുടെ കർത്താവ് ജഡത്തിൽ വെളിപ്പെട്ടു വന്നു എന്നാണ് ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അങ്ങനെ അവൻ മനുഷ്യന് നഷ്ടപ്പെട്ട തേജസ്സും മറ്റു പദവികളും അവന് മടക്കി കൊടുക്കുക എന്നതായിരുന്നു അവൻ്റെ ജഡത്തിലുള്ള വെളിപ്പാടിൻ്റെ ഏക ഉദ്ദേശം എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അവന് തേജസ്സും ബഹുമാനവും അനവധി പദവികളും സ്വർഗത്തിലെ ദൈവം നൽകിയിരുന്നു. അതെല്ലാം പാപനിമിത്തമായിട്ട് അവന് നഷ്ടപ്പെട്ടു പോകുവാനിടയായി. നഷ്ടപ്പെട്ടു പോയ അവൻ്റെ പദവികളെല്ലാം അവന് മടക്കി കൊടുത്ത് അവനെ വീണ്ടും നിത്യജീവന്റെ മാർഗത്തിൽ കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ ദൈവം, സ്തോത്രം, സ്വർഗത്തിൽ നിന്നും ലോകത്തിൽ വന്നേ മതിയാകുമായിരുന്നുള്ളൂ. അങ്ങനെ അവൻ ജഡത്തിൽ വെളിപ്പെട്ട് വന്ന് അവൻ്റെ മരണനിമിത്തമായിട്ട് മനുഷ്യന്റെ എന്നേക്കുമുള്ള ആ മരണത്തിൽ നിന്നും അവനെ വീണ്ടെടുക്കുവാനിടയായി തീർന്നു. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരവും കൊടുത്തു. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. സ്തോത്രം. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ലഘു ആയിട്ടുള്ള ഒരു മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടി നൽകുകയായിരുന്നു. ഇതിനെ തുടർന്നുള്ളതായ ഭാഗങ്ങൾ പിന്നീട് ഉണ്ടാകും. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുക. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ ദാസന്മാരെയും ദൈവമക്കളെയും കർത്താവ് അധികമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും എളിയവന് വേണ്ടി ഇത് സംസാരിക്കുവാൻ കൃപ നൽകിയ സർവ്വലോകനായിരിക്കുന്ന കർത്താവിന് സകല മഹത്വം കരയേറ്റിക്കൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തും. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല സമയത്തിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു. ഏറെ നാളുകൾക്ക് ശേഷം വീണ്ടും കർത്താവിൻ്റെ വചനവുമായിട്ട് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം എളിയവനൊരു അവസരം കൂടെ നൽകിയത് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ എളിയ വാക്കുകൾ കർത്താവേയും കേൾവിക്കാർക്ക് അനുഗ്രഹമായി തീരുവാൻ, അവരുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി തീരുവാൻ സ്വർഗം സഹായിക്കുമാറാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ അടിയന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കുഞ്ഞുങ്ങളെ ഒക്കെ അനുഗ്രഹിക്കുന്നുണ്ട്. സ്തോത്രം. നിന്റെ ദാസന്മാരെ, നിന്റെ അഡ്മിന്മാരെ എല്ലാം നീ അനുഗ്രഹിച്ചാട്ട്. പ്രാർത്ഥന കേട്ടിരിക്കാതെ സ്തുതിക്കുന്നു. സകലമാനവും മഹത്വം ഭരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.